യാക്കോബ് 4:8 പറയുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ടെക്സ്റ്റ് സന്ദേശങ്ങൾ, സോഷ്യൽ മീഡിയ, വീഡിയോ കോളുകൾ എന്നത്തേക്കാളും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, ഒരിക്കലും ആളുകൾ പരസ്പരം തങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്ന് ഇത്ര വിച്ഛേദിക്കപ്പെട്ടതായി തോന്നിയിട്ടില്ല. യാക്കോബ് 4:8 ഒരു ദൈവിക ക്ഷണവും ഉറച്ച കൽപ്പനയുമാണ്. ദൈവത്തോട് അടുക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുക്കും. ഇത് ആചാരത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ അല്ല, ഇത് ബന്ധത്തെക്കുറിച്ചാണ്. ഇന്ന് പലരും ദൈവത്തെക്കാൾ കൂടുതൽ ഫോണുകളെയാണ് സമീപിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ നാം അറിയിപ്പുകൾ പരിശോധിക്കുന്നു. ആളുകളുടെ അംഗീകാരത്തിനായി നമ്മുടെ ജീവിതം നാം അരിച്ചു പെറുക്കുന്നു. പക്ഷേ കർത്താവിന്റെ മുമ്പാകെയുള്ള വിശുദ്ധി അവഗണിക്കുന്നു. ദൈവം അകലെയല്ല, അവൻ കാത്തിരിക്കുന്നു. എന്നാൽ അടുത്തതായി വാക്യം പറയുന്നത് ശ്രദ്ധിക്കുക. പാപികളെ, നിങ്ങളുടെ കൈകളെ ശുദ്ധീകരിക്കുവിൻ. ഇരുമനസ്സുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. നമുക്ക് പാപത്തിൽ പറ്റിപ്പിടിച്ച് ഒരു വിശുദ്ധ ദൈവവുമായുള്ള അടുപ്പം പ്രതീക്ഷിക്കാൻ കഴിയില്ല. പലരും മാനസാന്തരമില്ലാതെ ദൈവത്തിന്റെ സാന്നിധ്യവും അനുസരണമില്ലാതെ അവന്റെ സമാധാനവും ആഗ്രഹിക്കുന്നു. എന്നാൽ യാക്കോബ് വ്യക്തമാണ്, ദൈവം മത്സരികളിലേക്കല്ല, അനുതപിക്കുന്നവരിലേക്കാകുന്നു അടുക്കുന്നത്. വിട്ടുവീഴ്ചയുടെയും ധാർമ്മിക ആശയക്കുഴപ്പത്തിന്റെയും ഈ യുഗത്തിൽ ആഹ്വാനം വ്യക്തമാണ്. ദൈവം ഭിന്നിച്ച ഹൃദയത്തെയല്ല, ശുദ്ധമായ ഹൃദയത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഇരട്ട മനസ്സുള്ള ക്രിസ്ത്യാനികൾ ലോകത്തെയും ദൈവത്തെയും ആഗ്രഹിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല.